Hello everyone, this is Pramita from B-GHUD. So today we have a renowned guest. We have a viral principal, a celebrity, an internet sensation. Ladies and gentlemen, please welcome Dr. Thomasgeorge, the Director of Leadcollege of Management, to our B-GHUD family. So, we have a very busy person here. സാർ എന്തായാലും സമയം കണ്ടെത്തി ഞങ്ങളുടെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് B-GHUDിൽ വന്നു. സോ എ ബിഗ് താങ്ക് യു ഫോർ ദാറ്റ്. സർ വി ഹാവ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആസ് വെൽ. സോ അവിടുത്തെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ സെഷൻ. സോ ഷാൽ വി സ്റ്റാർട്ട്? പ്ലീസ്. ഓക്കെ സർ ഡോക്ടർ തോമസ് ജോർജ് എന്നാണെങ്കിലും സാർ ഇൻ്റർനെറ്റിൽ അറിയപ്പെടുന്നത്, സാറിൻ്റെ കുട്ടികളുടെ ഇടയിൽ അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. സോ കുഡ് യു പ്ലീസ് ടെൽ ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ് നെയിം? കുട്ടികളുടെ ഇടയിലല്ല, എല്ലാവരുടെ ഇടയിലും തൊമ്മൻ തന്നെയാണ്. അത് ചെറുപ്പത്തിൽ തൊട്ട് എൻ്റെ അപ്പനും അമ്മേനെ വിളിച്ചിരുന്ന പേര് തൊമ്മൻ എന്നാണ്. പിന്നീട് കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോയപ്പോഴേക്കും കുട്ടികൾ തൊമ്മാന്ന് വിളിച്ച് തുടങ്ങി. പിന്നെ ഞാൻ കോളേജ് തുടങ്ങിയപ്പോഴും അതേ വിളി തന്നെയാണ്. എല്ലാവരും നാട്ടുകാരൊക്കെ തൊമ്മാൻ തന്നെ വിളിക്കുക, കൊച്ചു പിള്ളേരടക്കം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിങ് എടുക്കുമ്പോഴും എൻ്റെ കോളേജിൽ വരുമ്പോഴും ഞാൻ പിള്ളേരുടെ കൂടെ ഡീൽ ചെയ്യുന്നു. ഇന്നത്തെ കുട്ടികൾ പേരൻസ് പറഞ്ഞാൽ കേൾക്കില്ല, ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കില്ല, കോളേജുകാർ പറഞ്ഞാൽ കേൾക്കില്ല. അവർ പറയണത് അവർ കേൾക്കുക ഫ്രണ്ട്സ് പറഞ്ഞാലാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരുടെ ഇടയിൽ ഫ്രണ്ട് ആവാൻ എന്നെ ഒരുപാട് സഹായിച്ച ഘടകം എന്ന് പറയുന്നത് തൊമ്മ എന്നുള്ള വിളിനെ. തൊമ്മ എന്ത് പറയണോ, നമ്മുടെ തൊമ്മനല്ലേ. ആ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടാൻ ഇത് വളരെ നല്ലതായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ആ പേര് തന്നെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സാറിനെ സഹായിച്ചിട്ടുണ്ട്. സോ സാറിൻ്റെ എല്ലാ കുട്ടികളുമായിട്ട് സാറിനൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. സോ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വാട്ട് ആർ ദ ക്വാളിറ്റീസ് എ സ്റ്റുഡൻറ് ഷുഡ് പൊസസ് സക്സീഡ് ആവാൻ വേണ്ടിയിട്ട്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാം. എൻ്റെ ഒരു PhD തീസിസ് തന്നെ ഒരു ജോലിക്ക് പോകണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നവർ ഇപ്പം ഞാൻ നോക്കുന്നത് അനലിറ്റിക്കൽ സ്കില്ലും ഡിസിഷൻ മേക്കിങ്ങുമാണ്. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ആദ്യം തുടക്കത്തിലൊക്കെ എടുക്കുന്ന തീരുമാനം ഒരുപാട് തെറ്റായിരിക്കും. പക്ഷെ അത് എടുത്തെടുത്ത് വരുമ്പോൾ തെറ്റുകൾ കുറയുകയും ശരികൾ കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളൊരു ഭാഗം ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. ബേസിക്കലി ആറ്റിറ്റ്യൂഡ് ശരിയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു മോട്ടിവേറ്റ് യുവർ സ്റ്റുഡൻറ്റ്സ്. ഓക്കെ സർ. പക്ഷേ പിള്ളേരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. ദേ മൈറ്റ് ബി ഹാവിങ് സോ മെനി പ്രോബ്ലംസ് ലൈക്ക് എക്സാം ഫിയർ ആയിരിക്കാം, ചിലപ്പം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കുട്ടികളെ ഹൗ വിൽ വി മോട്ടിവേറ്റ്? ഇറ്റ് ഈസ് ഇമ്മീരിയൽ വേർ ദേ കം ഫ്രം. ദ ക്വസ്റ്റൻ ഓൺലി ഈസ് വേർ ദേ ആർ ഹെഡിങ് ടു. എവിടുന്ന് വന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്മീരിയൽ. അപ്പം നമ്മൾ പാസ്റ്റിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ ഇമ്പോർട്ടൻസിലേക്ക് ഒന്ന് മാറ്റുകയാണെങ്കിൽ അവരുടെ ബ്ലോക്സ്, ബേസിക്കലി എൻ്റെ ഒരു ഏരിയ, എൻ്റെ PhD പോലും സൈക്കോളജിയിലാണ്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന പഴയ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊന്ന് ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർ പെർഫോം ചെയ്യാൻ തുടങ്ങും. ദേ പെർഫോം ടു വാട്ട് ദേ നീഡ് ടു. അത്ര എത്തുന്നുണ്ട്. ഒരു ടീച്ചർ ആകുന്നതിന് മുമ്പേ യു ഹാഡ് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? ഓക്കെ. സോ സാറിൻ്റെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് MBA ട്രെയിനിങ്ങിൻ്റെ ഒക്കെ സമയത്ത് സോ വാട്ട് ആർ ദ വാല്യുബിൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് ദാറ്റ് എ സ്റ്റുഡൻറ് നീഡ് ടു ബിൽഡ് ദെയർ കരിയർ? ടുഡേ ഇഫ് യു ലുക്ക് അറ്റ് വെദർ ഇറ്റ് ഈസ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, എവിടെ നോക്കിയാലും ഇറ്റ് ഈസ് ബേസിക്കലി ഹൗ ഡു യു ഡീൽ വിത്ത് പീപ്പിൾ എന്നുള്ളതാണ്. എസ്പെഷ്യലി വിത്ത് MBA വി ടോക്ക് അബൌട്ട് ലൈക്ക് HR റിലേറ്റഡ്. HR എന്ന് വെച്ചാൽ പീപ്പിൾ റിലേറ്റഡ്. ഇഫ് യു കെൻ നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ ആൻഡ് ഡു തിങ്സ് then that's it. ഒരു ബെസ്റ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് വർത്തമാനം പറയാൻ പറ്റുന്ന ആളല്ല. അയാൾക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുന്ന അവിടെയും ഒരു കസ്റ്റമറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ എത്രത്തോളം റിലേഷൻഷിപ്പ് വെക്കാമെന്നുള്ളതാണ് ചോദ്യം. ടുഡേ ഇറ്റ് ഈസ് ദ ടൈം ഇറ ഓഫ് റിലേഷൻഷിപ്സ്. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് എത്ര ചെയ്യിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചാലഞ്ച്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇറ്റ് ഈസ് വെരി ഈസി. റിലേഷൻഷിപ്പ് വൺസ് ഇറ്റ് ഈസ് ബിൽഡ് ദെൻ ദേ കോംപ്രമൈസ് ഓൺ മെനി തിങ്സ്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ സർ. അപ്പം ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും അതിൽ? ലാംഗ്വേജ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളുടെ ഒരുപാട് സെലക്ഷൻ ക്രൈറ്റീരിയകളും കമ്പനികൾ പറയുമ്പോൾ പറയുക ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്, അത് എസ്പെഷ്യലി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ്. എന്നാൽ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യം ഇംഗ്ലീഷ് എന്നുള്ളതാണ്. കാരണം ഇവിടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ, ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ ഔട്ടർ വേൾഡ്. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് what I intend to express, that should be the perceived meaning by the other person. അപ്പോൾ അത് രണ്ടും മാച്ച് ആക്കാൻ യൂസിങ് ദ റൈറ്റ് വേർഡ്സ്, ദ വൊക്കാബുലറി യൂസേജ്, എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് മാത്രം ഉണ്ടെങ്കിലോ ആണെന്നുള്ളതല്ല, ബട്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബിക്കം മച്ച് ഈസിയർ ആൻഡ് ദ റിലേഷൻഷിപ്പ് ക്യാൻ ബി ബിൽഡ് വെരി മച്ച്.
ഓക്കെ സാർ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ്. യു ഹാവ് ഡൺ ഐ തിങ്ക് സോ മോർ ദാൻ 300 ട്രെയിനിങ്സ് ഇൻക്ലൂഡിംഗ് ഇന്റർനാഷണൽ ട്രെയിനിങ് അല്ലേ? ഓക്കെ. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ടൈം എങ്ങനെ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? എൻ്റെ ഈ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഞാൻ 303 ചെയ്തത്. അതിലത്തെ ഒരു ടേണിംഗ് പോയിന്റിനെ എടുത്തിട്ടാണ് ഞാൻ ഈ ഗിന്നസ് റെക്കോർഡിൽ കയറ്റിയത്. അപ്പം എൻ്റെ ടേണിംഗ് പോയിന്റ് ഫ്രം മോർണിംഗ് 6:30 ടു നൈറ്റ് 12:30, 18 hours a day, 7 days ഒറ്റയടിക്കാണ് അത് പോകുന്നത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ബീൻ പ്രോഗ്രാംഡ്, അവിടെയാണ് നമ്മുടെ തെറ്റ്. വി ഹാവ് ബീൻ പ്രോഗ്രാം ദാറ്റ് അവർ കോൺസെൻട്രേഷൻ ലിമിറ്റ് ഈസ് ഓൺലി 40 minutes. അപ്പം അത് നമ്മുടെ തലയ്ക്കകത്ത് കയറി കഴിയുമ്പോഴേക്കും 40 minutes കഴിഞ്ഞ് എൻ്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് തോന്നൽ. ബട്ട് വെൻ ഐ എം ഏബിൾ ടു എൻഗേജ് ദം ആൻഡ് ഹോൾഡ് ദിയർ അറ്റൻഷൻ അപ്പ് ഫോർ സേ 18 hours, ഇറ്റ്സ് എ ഗ്രേറ്റ് റിയലൈസേഷൻ ഫോർ ദം ദാറ്റ് ഐ എം ലിമിറ്റിംഗ് മൈ സെൽഫ്. അങ്ങനെയൊന്നും അല്ല. നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മച്ച് 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 മോറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതുപോലും വെരി മീഗർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി എത്രയോ ആണ്. നമ്മൾ എവിടെ നിന്നൊക്കെയോ ഈ ഓരോ പൊട്ടത്തരങ്ങൾ കേട്ട് നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം യൂസിങ് ദ റൈറ്റ് വേർഡ്സ് ബട്ട് ദാറ്റ്സ് വാട്ട്. ഓക്കെ സർ. സോ അപ്പം ഇവിടെ ഞങ്ങളുടെ B-GHUDിൽ പഠിക്കുന്ന പിള്ളേർക്ക് കൂടുതലും പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സോ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അവരുടെ ഓൺട്രപ്രണർ സ്കിൽസ് കൂട്ടാനായിട്ട്? ഓൺട്രപ്രണർ സ്കിൽസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞൊരു ജോലി ചെയ്യുമ്പോൾ എൻ്റെ കമ്പനിയാണ് ഇതെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും? ഇതൊന്നും എൻ്റെ പണിയല്ല, സമയം കഴിഞ്ഞില്ലേ എന്നൊന്നും നോക്കില്ല. എന്താണോ അവിടെ വേണ്ട അത് മുഴുവൻ ഞാൻ ചെയ്യും. അപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്യുമ്പം ഇന്ന് കമ്പനീസ് ആർ ലുക്കിംഗ് ഔട്ട് ഫോർ ഓൺട്രപ്രണറിയൽ സ്കിൽസ്. അപ്പം എൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രത്തോളം എഫേർട്ട് ഇടും അമ്മാതിരി ഇടാൻ പറ്റുന്ന ഒരാളെയാണ് അവർ നോക്കുന്നത്. അത് B-GHUDിലെ എല്ലാ സ്റ്റുഡൻസും ആയിക്കോട്ടെ, അതിപ്പോൾ രാത്രിയാവാം, പകലാവാം, നൈറ്റ് ഡ്യൂട്ടി ആവാം, ഇതാവാം, ആ ജോലിയാവും, ഈ ജോലിയാവും, ഏത് കിട്ടിയാലും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ലെവലിലേക്ക് വന്ന് കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അവർ ലെവൽ ഗോസ് അപ്പ് ആൻഡ് ദെൻ വി ക്യാൻ ഡിക്റ്റേറ്റ്. അതുവരെ നമ്മൾ ആ ലെവലിൽ തന്നെ പോകണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സർ. സർ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് സോ മോർ ദാൻ 53 കൺട്രീസ് അങ്ങ് പോയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇവിടുന്ന് എബ്രോഡ് പോയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആവാം, കൾച്ചറൽ ഷോക്സ് ആകാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കോപ്പ് ചെയ്യും? അത് ഗുഡ് ദാറ്റ് യു ആർ ഗോയിങ് അബ്രോഡ് എന്നുള്ളത്. കാരണം നമ്മുടെ കൾച്ചറൽസും സ്കിൽസും ഒന്നും അല്ല വെളിയിലുള്ളത്. അവരുടെ ഹൗ ദേ ഡീൽ വിത്ത് പീപ്പിൾ, നമ്മുടെ ആക്ഷൻ തന്നെ. എനിക്ക് പിള്ളേരെ കണ്ട തലയെ തൊടുന്നത് വലിയ ഇഷ്ടമാണ്. അത് ചിലർക്ക് ഭയങ്കര മോശമാണ്, അവരെ സംബന്ധിച്ച് തലയെ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പഠിക്കണം. ചിലത് കേട്ടു പഠിക്കാം, കണ്ടുപഠിക്കാം, ചിലത് കൊണ്ടും പഠിക്കേണ്ടി വരും. അപ്പം കൊണ്ടുപഠിക്കേണ്ട അവസരം ഇല്ലാതെ അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ B-GHUDിലെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അവർ പറഞ്ഞു തരും എന്തൊക്കെയാണുള്ളത്. അതിനെക്കാട്ടിലും ഒന്ന് കണ്ടുപഠിക്കാമെങ്കിൽ അവരെങ്ങനെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ആരെയും ഒഫൻഡഡ് ആവാതെ ഏറ്റവും നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ള മാത്രം. അത് പറ്റും. അതൊന്ന് തുടക്കത്തിലുള്ള ഒരു ആ ഒരു ചേഞ്ചിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് റുട്ടീൻ. ഓക്കെ സർ. സർ 10 വർഷമായി സാറിൻ്റെ കോളേജ് തുടങ്ങിയിട്ട് ആൻഡ് ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആസ്പിറേഷൻ ഇൻ എ സ്റ്റുഡൻസ് ലൈഫ്? ആസ്പിറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ദേ ബിക്കം കോംപ്ലസൻറ്റ്. ഇത് മതിയല്ലോ എന്ന് പറഞ്ഞൊരു ഭാഗം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് തോന്നും ഇപ്പോൾ ആസ്പിറേഷൻ വന്നാൽ ടെൻഷൻ ആവില്ല. അങ്ങനെയൊന്നും ആവണമെന്നില്ല. നമുക്ക് ആസ്പിറേഷൻ വെച്ചിട്ട് നമ്മൾക്ക് മുകളിലേക്ക് പോകുന്നു, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. ആസ്പിറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അങ്ങ് നിന്ന് അതൊരു തണുപ്പ മട്ടായി പോകും. ഒരു എല്ലാത്തിനും ഒരു എന്തായത് ഈ ലെവലിലേക്ക് മാറിപ്പോകും. അത് വളരെ നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. സോ ഡു യു ബിലീവ് ദെർ ഇസ് എ പർപ്പസ് ഓഫ് ലൈഫ്? Definitely. Otherwise, why are we created with all these talents? അപ്പോൾ ആ ടാലൻസ് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ സർ. സർ അപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആദ്യം സാർ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ദെൻ യു ഹാഡ് യുവർ ഓൺ പ്രോംപ്റ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ജോബ് ബിസിനസ് ആയിരുന്നു, ആൻഡ് ദെൻ യു ബിക്കെയിം എ ട്രെയിനർ, ദെൻ യു ഹാവ് യുവർ ഓൺ കോളേജ്. സോ ഒരു സാറിന് തോന്നുന്നുണ്ടോ ഒരു സക്സസ് മന്ത്രം ഉണ്ടോ, അതോ അതൊരു ഇൻഡിവിജ്വൽ ഫോർമുലയാണോ? എനിക്കറിയില്ല. ഞാൻ എടുത്തിട്ടുള്ളൊരു കാര്യം പറയാം, എല്ലാവരും കേൾക്കേണ്ട ഒരു ഭാഗം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്.
ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്തത് കൊണ്ടാവാം റെയിൽവേയുടെ ടച്ച് സ്ക്രീൻ ലാർജസ്റ്റ് ടച്ച് സ്ക്രീൻ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ വാസ് ഡൺ ബൈ മീ. എനിക്ക് അവിടെ നിന്ന് പിന്നെ കിട്ടുക ചെയ്തത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോയപ്പോഴും അതെ ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ കോളേജ് തുടങ്ങിയപ്പോൾ അത് എനിക്കെല്ലാം ചെയ്യാവുന്നത് മുഴുവൻ മാക്സിമം ഞാൻ ചെയ്യാമെന്നുള്ളൊരു ലെവലിലേക്ക് വന്നാൽ പിന്നെ അയാൾ എന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്യുന്നൊരു തോന്നലാണ് എനിക്കില്ല. ഇപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പോയ വഴികൾ മുഴുവൻ അയാൾ ചെന്നവിടെ മുഴുവൻ അദ്ദേഹം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന റോള് അതത് സമയത്ത് എടുക്കുന്ന റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ആടി തിമിർക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ആ കിട്ടിയ റോൾ അങ്ങോട്ട് മാക്സിമം ഉപയോഗിക്കുക. ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ്. യൂണിവേഴ്സലി നമുക്ക് ആവശ്യമുള്ളതാണ് എല്ലാ കാര്യങ്ങൾക്കും. സോ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സാറിന്റെ ജീവിതത്തിൽ? ഒരുപാട് എസ്പെഷ്യലി ഞാനൊന്ന് മുകളിലേക്ക് ഇപ്പം ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു തെറ്റ് അത് പ്രോബബ്ലി പലരും ഇയാൾക്ക് ഇതുപോലും അറിയില്ലേ എന്ന് തോന്നുവാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇടയിലൊരു കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ശരിയാവോ തെറ്റിയോ? ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ധൈര്യത്തിൽ ഞാൻ തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ പറയണമെന്നാണ്. അതിനെക്കാട്ടിൽ എത്രയോ നല്ലത് അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ഈ B-GHUD പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹെൽപ്പ് ആവട്ടെ. തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ പഠിക്കാനൊരു അവസരം ഉണ്ടായത് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തേനെ. ആൻഡ് ഐ ലവ് ടു ഡു ദാറ്റ്. സർ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ, 300-ൽ കൂടുതൽ ട്രെയിനിങ്സ് ചെയ്തിട്ടുണ്ട്, അതിൽ ഇന്റർനാഷണൽ ട്രെയിനിങ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വി ഹാവ് അവർ OET ഡിപ്പാർട്ട്മെൻറ്റ് ഹിയർ. അപ്പോൾ അവിടെ കൂടുതലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സസ്, ഡോക്ടേഴ്സ്. അപ്പോൾ അവർക്കാണെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അവരാണ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. ശരിക്കും അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൂടാതെ അവർക്കൊരു ഫോറിൻ ഡ്രീമും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ B-GHUD വന്ന് പഠിക്കുന്നത്. സോ വാട്ട് അഡ്വൈസ് ഡു യു ഹാവ് ഫോർ ദം? അവർ പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുന്നതിൻ്റെ കൂടെയാണ് ഇത് എക്സ്ട്രാ ചെയ്യേണ്ടത്. അത് അവർക്ക് വല്ലാണ്ട് സ്ട്രെസ് ആവുന്നില്ല. സ്ട്രെസ് ആവുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. അല്ലായെങ്കിൽ എന്ത് പറ്റും? അവിടെ തന്നെ നിൽക്കും. ദർ ഇസ് നോ ഗ്രോത്ത്. ഇത് പല്ലുവേദന പോലെയാണ്. പല്ലുവേദന വന്നാൽ ഡെൻറ്റിസ്റ്റിന് എടുത്തുകൊണ്ട് ഡെൻറ്റിസ്റ്റ് പറയും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആൻറ്റിബയോട്ടിക് പെയിൻ കില്ലർ കൊടുത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി കൊടുത്തത് കുറയ്ക്ക്, എന്നിട്ട് ഒരാഴ്ച വന്ന് പല്ല് പറിക്കാൻ പറയും, ഇല്ലെങ്കിൽ അടയ്ക്കാൻ പറയും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വേദന പോയല്ലോ, പിന്നെ ഞാനെന്തിനാണ് പറിക്കുന്നത്? ഒരു 3 മാസം കഴിയുമ്പോൾ അയ്യോ പിന്നെയും വേദന വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. ഇതേപോലെയാണ് നമ്മളിങ്ങനെ പണിയെടുക്കുന്നു. ഇവിടെ എന്നും ഇങ്ങനെ പണിയെടുത്ത് നിൽക്കേണ്ടതല്ല എങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇച്ചിരിയും കൂടെ എക്സ്ട്രാ എഫേർട്ട് ഇടണം. അല്ല ആ കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അയ്യോ എടുത്തു, എന്നാൽ ഞാൻ പോവാ, അപ്പോൾ എന്നാൽ അല്ല പോകുമ്പോൾ എനിക്കിതെല്ലാം കൂടെ നഷ്ടപ്പെടില്ലേ, എന്നാൽ വേണ്ട ഞാൻ പോകുന്നില്ല. ഈ രീതിയിലുള്ള കൺഫ്യൂഷൻ മാറി ഒരു ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ടവരും സ്ട്രെച്ച് തന്നെ ചെയ്യുക. All those people who have performed are the ones who have stretched. അല്ലാതെ നിവൃത്തിയില്ല. അതിനൊരു സ്ട്രെസ്സായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് എ പെരീനിയൽ തിങ്. ജീവിതകാലം മുഴുവനൊന്നുമല്ല. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ വേണ്ടി ഇപ്പം നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പോൾ കുഴപ്പമില്ല, സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് സ്ട്രെസ്സാണ്, കുറച്ച് സ്ട്രെയിനാണ്. പക്ഷെ ആ കയറ്റം എന്ന് പറയുന്നത് കുറച്ച് നാളാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഫ്ലാറ്റിലേക്ക് പോകണം. ആ സ്ട്രെസ് എടുത്തില്ലെങ്കിൽ നമ്മൾ താഴത്തെ ലോവർ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ലെവലിലേക്ക് കയറണമെങ്കിൽ സ്ട്രെസ് എടുത്തേ പറ്റൂ, എക്സ്ട്രാ എഫേർട്ട് എടുത്തേ പറ്റൂ. അപ്പോൾ അവർക്ക് ഈ ടൈം എങ്ങനെ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? അത് ദേ വിൽ ഹാവ് ടു ഫൈൻഡ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു 10 മണിക്കൂർ അവർക്ക് ജോലിയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 13 മണിക്കൂർ, 24 മണിക്കൂറില്ലേ? ബാക്കി 11 മണിക്കൂറുണ്ടല്ലോ. ആ 11 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഉറങ്ങും? 6, 7 ആയിക്കോട്ടെ, എന്നാലും ഒരു 4 മണിക്കൂറുണ്ട്. ഇതിനെ നമുക്ക് അയ്യോ എന്ന് നോക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. എനിക്ക് എത്ര മണിക്കൂർ ഉറങ്ങാൻ വേണം? എനിക്ക് ഭക്ഷണം കഴിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ എത്ര വേണം? എനിക്ക് TV കാണണം, എല്ലാ ദിവസവും സിനിമ കാണണം, അത് പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള സമയത്തേക്ക് നമ്മൾ പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം, എൻ്റെ പ്രയോറിറ്റിയിൽ ഏതാണോ വേണ്ട അതിന് ഞാൻ കൊടുക്കുക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി റിയലി ഇൻസ്പയറിംഗ് ആയിരുന്നു സാറിനോട് ഈ ഒരു കുറച്ച് സമയം. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റുഡൻസിനും ഭയങ്കരമായിട്ട് ഇത് ഇൻസ്പയറിംഗ് ആകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളുടെ B-GHUD ഫാമിലിയുടെ ഓൺ ബിഹാഫ് ഓഫ് അവർ B-GHUD ഫാമിലി താങ്ക് യു സോ മച്ച്. Thank you so much. All the best for the online participants. കാരണം you have taken, as said earlier, you have taken an extra effort to go from routine to the next level. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. Go to the next level. Then you look back and you can enjoy your life. All the very best. Thank you.